ഹലോ, ഇന്ന് നമുക്ക് കിടിലനായിട്ട് ഫ്ലവേഴ്സ് ഉണ്ടാക്കിയാലോ? അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തത് ഒരു കാർഡ്ബോർഡാണ്. ഈ കാർഡ്ബോർഡ് യൂസ് ചെയ്തിട്ടാണ് ഇത്തരത്തിലൊരു കിടിലൻ ഫ്ലവേഴ്സ് മേക്ക് ഓവർ ചെയ്തിട്ടുള്ളത്. സോ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഒരു കാർഡ്ബോർഡ് എടുത്തിട്ട് നമ്മൾ വിചാരിക്കുന്ന ആ ഒരു ഷേപ്പ്, ഞാനിവിടെ ഒരു അടിഭാഗം കുറച്ച് വീതി കുറഞ്ഞത്, മുകൾ ഭാഗം കുറച്ച് വീതി കൂടിയിട്ടായിട്ടുള്ള ഒരു ഷേപ്പാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് വീതിക്ക് അനുസരിച്ച് വലുപ്പത്തിനനുസരിച്ചൊക്കെ എടുക്കാം. ഓക്കെ, ഞാൻ അതിൻ്റെ ഇടയിൽ ഒരു വീഡിയോ മിസ്സായി പോയിട്ടോ. നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള ആ ഒരു പീസസ് ഉണ്ടല്ലോ, അത് നമ്മൾ ഫ്ലക്സ് ക്യൂക്ക് വെച്ചിട്ടാണ് ഇവിടെ അറ്റാച്ച് ചെയ്യുന്നത്. ഈ 4 എണ്ണം നമ്മൾ ഒരു ബോക്സ് ടൈപ്പ് ആയിട്ട് വരുന്ന രീതിയിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ അടി സെക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട്, അടി ക്ലോസ്ഡ് ആക്കി വെക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ക്വയർ ഷേപ്പിലുള്ള പീസ് കൂടി എടുത്തിട്ട് 2 കാർഡ്ബോർഡ് എടുത്തിട്ട് സെയിം അളവിലെടുത്ത് അത് രണ്ടും ഒട്ടിച്ച ശേഷം അതിൻ്റെ സൈഡുകളും നമ്മുടെ ഈ ഒരു മാസ്കിംഗ് ടാപ്പ് വെച്ച് സെക്യൂർ ചെയ്തിട്ട് നമ്മുടെ ഫെവി ബോണ്ട് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് അത് കുറച്ച് ടൈം എടുക്കും ഒട്ടാനും. ഫ്ലക്സ് കേക്ക് ആണെങ്കിൽ നമ്മൾ ആ ജസ്റ്റ് മൊമെൻറ്റിൽ ഒഴിക്കണ ആ മൊമെൻറ്റിൽ തന്നെ അത് പെട്ടെന്നായിട്ട് നമുക്ക് ഉണങ്ങി കിട്ടും ചെയ്യും. അതുപോലെ നല്ല സ്ട്രോങ് ആയിട്ടിരിക്കും. അപ്പോൾ ഞാനിത് ഇതിൻ്റെ എഡ്ജസൊക്കെ മാസ്കിംഗ് ടാപ്പ് വെച്ചൊന്ന് സെക്യൂർ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ സെക്യൂർ ചെയ്യണത് എന്തിനാണെന്ന് വെച്ചാൽ നല്ലൊരു ഫിനിഷിങ് കിട്ടും കേട്ടോ. എല്ലാ എൻഡിങ്ങും ഈ ഒരു കാർഡ്ബോർഡിൻ്റെ ആ ഉള്ളിൽ വരുന്ന ഒരു സിഗ്സാഗൊന്നും കാണാതെ നല്ല അടിപൊളിയായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ മാസ്കിംഗ് ടാപ്പ് വെച്ച് സെക്യൂർ ചെയ്യണത്. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു പോട്ട് കംപ്ലീറ്റ്ലി പെയിൻറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു അക്രിലിക് പെയിൻ്റാണ് എടുത്തിട്ടുള്ളത്. പെയിൻറ്റ് നമ്മുടെ ചോയ്സാണ്. അക്രിലിക് ആകുമ്പോൾ നല്ലൊരു ഫിനിഷിങ് ഉണ്ടാവും. ഞാനൊരു ബ്ലാക്ക് അക്രിലിക്കാണ് എടുത്തിട്ടുള്ളത്. ഇതിൽ വാട്ടറൊന്നും ആഡ് ചെയ്യാത്തതിന് ഡയറക്റ്റ്ലി അപ്ലൈ ചെയ്യാണ്. കാരണം നല്ലൊരു ഫിനിഷിങ്ങും ഒരു ഷൈനിങ്ങും ഒക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ പെയിൻറ്റ് ഡയറക്റ്റ്ലി അപ്ലൈ ചെയ്യാണ് നല്ലത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഫ്ലവേഴ്സ് കംപ്ലീറ്റ് ആയിട്ട് പെയിൻറ്റ് ചെയ്തെടുക്കാം. ഞാൻ ഉൾവശം ഒന്നും പെയിൻറ്റ് ചെയ്യണില്ല, എൻ്റെ പുറം വശം മാത്രമേ പെയിൻറ്റ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതേ നമ്മുടെ ഫ്ലവേഴ്സിൻ്റെ പെയിൻറ്റിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. നന്നായി ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കതിൽ എന്തെങ്കിലും അൽക്കുലത്തെ പണികൾ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് മിറേഴ്സ് എടുത്തിട്ടുണ്ട്. ഞാൻ മീഷോന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നോക്കിയാൽ ഞാൻ ട്രയാങ്കിൾ ഷേപ്പ് എടുത്തത്, അത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് വെച്ചിട്ടൊരു പാറ്റേൺ ഉണ്ടാക്കിയിട്ട് ഇതിൻ്റെ കോർണേഴ്സിലൊക്കെ ഒന്ന് വെച്ച് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഫാബ്രിക് ഗ്ലൂ യൂസ് ചെയ്തിട്ടാണ് ഇത് ഒട്ടിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ എല്ലാ കോർണേഴ്സും ഇതുപോലെ തന്നെ ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിൻ്റെ ഈ ഒരു അടിവശം കൂടിയും നമുക്ക് ഈ ഒരു മിറർ പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ സ്ക്വയർ ഷേപ്പിലുള്ള മിററാണ് അടിഭാഗത്ത് വെക്കാൻ വേണ്ടി എടുത്തിട്ടുള്ളത്. ആ ഒരു സ്ക്വയർ ഷേപ്പ് ഞാൻ ഡയമണ്ട് ഷേപ്പിൽ വരുന്ന രീതിയിലാണ് ഒട്ടിച്ച് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ കംപ്ലീറ്റ്ലി 4 വശവും ഒട്ടിക്കുകയാണ്. അപ്പോൾ അതേ നമ്മൾ ആ കോർണറും അതിൻ്റെ അതുപോലെ അടിവശവും സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ആ ഒരു ഫ്രണ്ട് ഏരിയയിൽ മാത്രമായിട്ട് ചെറിയൊരു ഡിസൈൻ ചെയ്ത് കൊടുക്കാം. അതിന് ഞാനിവിടെ എടുത്തിട്ടുള്ള മിറർ തന്നെയാണ്. അപ്പോൾ മിറർ ഡിഫറെൻറ്റ് ഷേപ്സിലുള്ളത് എൻ്റെ കയ്യിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഞാൻ അത് വെച്ചിട്ടാണ് ഡിസൈൻ ചെയ്ത് കൊടുക്കുക. നമുക്ക് മിറർ യൂസ് ചെയ്യണമെങ്കിൽ യാതൊരു നിർബന്ധമില്ല. നമുക്ക് പിസ്ത ഷെൽസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ യൂസ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് കളർ യൂസ് ചെയ്തിട്ട് എന്തെങ്കിലും ചിത്രങ്ങൾ വരച്ചു കൊടുക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ മിറർ എൻ്റെ കയ്യിലുള്ളതുകൊണ്ടും അത് കുറച്ച് സിമ്പിൾ ആയതുകൊണ്ടും ഞാൻ അതാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലവേഴ്സൊക്കെ വെച്ച് നമ്മൾക്ക് ഫ്ലവേഴ്സ് ഡെക്കറേറ്റ് ചെയ്ത് ഏത് സ്ഥലത്ത് വേണമെങ്കിലും വെക്കാം. നല്ല അടിപൊളിയായിട്ടുള്ളൊരു സിമ്പിൾ ആൻഡ് എലഗൻ്റ് ആയിട്ടുള്ളൊരു DIY വർക്കാണ് ഇത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടാതെ കമൻറ്റും കൂടി ചെയ്യണം. സോ താങ്ക്സ് ഫോർ വാച്ചിങ്.